ഇന്നെങ്കിലും എൻ്റെ ഫോൺ നന്നാക്കി കിട്ടും എന്നുള്ള പ്രതീക്ഷ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് അമ്മ എന്നോട് പറഞ്ഞു, കൊച്ചേ നിൻ്റെ ഫോൺ നന്നായിട്ടില്ല, നീ പോയിട്ട് നാളെ വരാൻ. എന്തായാലും അവിടെ വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ നേരെ മുകളിലോട്ട് കയറി. ബിക്കോസ് ഐ ഹാവ് ടു ബൈ 2 കാർഗോസ്, 1 ബ്ലാക്ക് ആൻഡ് 1 ബീച്ച്. തുണിക്കട ചെന്നപ്പോഴോ എൻ്റെ സൈസിനുള്ളതില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ കയറി സ്ഥിതിക്ക് ഒരു ഇൻസ്പെക്ഷൻ ആയേക്കാം. തുണിയെല്ലാം വൃത്തിയായിട്ടാണ് തൂക്കിയിട്ടേക്കുന്നത്, നല്ല സെലക്ഷനുണ്ട്, വേണമെന്നവർക്ക് പോയി വാങ്ങിക്കാം. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഈ ഓർഡിനറി ഔട്ട്ലെറ്റ് കാണുമ്പോൾ എനിക്ക് അവിടെ കയറിയേ പറ്റൂ. സാധനങ്ങളൊക്കെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പം എനിക്കൊരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും. അങ്ങനെ ഒരു സന്തോഷം കണ്ടെത്തിയതിന് ശേഷം നേരെ ഡോളറാമയിലോട്ട് ചെന്നു. ബിക്കോസ് ഐ ഹാവ് ടു ബൈ 2 ബുക്സ്. രണ്ടെന്നുള്ളത് ചെന്ന് നിന്നത് 5-ലാണ്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് വേണ്ട ബുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് വീഡിയോ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് വേണ്ട ബുക്ക് അവിടെ കിട്ടി. എൻ്റെ ശ്രദ്ധ കൂടുതൽ കൊണ്ട് ഞാനത് കാണാതെ പോയതാണ്. പിന്നെ ആ ബുക്ക് എടുത്തിട്ട് ബില്ലടിക്കാൻ നിന്നപ്പോൾ ഡയറി മിൽക്ക് ഫോർ $4.50. ലാഭമല്ലേ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വീണ്ടും ആലോചിച്ചു, നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഡയറി മിൽക്ക് ഞാൻ ഇതുവരെ കഴിച്ചു തീർത്തിട്ടില്ല, പെട്ടിയിലിരിപ്പുണ്ട്. പിന്നെ അതുവഴി അങ്ങോട്ട് നടന്നപ്പോൾ പാത്രങ്ങളിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ ക്യൂറബിൾ അല്ലാത്തൊരു ഡിസീസ്, ഇൻക്യൂറബിൾ ഡിസീസ് എന്നിലേക്ക് പടർന്നിരിക്കുന്നു, ഒബ്സസ്ഡ് വിത്ത് പാത്രങ്ങൾ. പിന്നെ ഞാൻ എൻ്റെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നേരെ പോയി സ്കാൻ ചെയ്യാൻ. ഐ ആം പ്രൗഡ് അബൌട്ട് മൈസെൽഫ് ദാറ്റ് ഐ സ്കാൻഡ് ഓൾ ദോസ് തിങ്സ് എലോൺ. പിന്നെ റെസിപ്റ്റ് എടുത്ത് നേരെ ഞാൻ വാൾമാർട്ടിലോട്ട് ചെന്നു. ബിക്കോസ് ഐ ഹാവ് ടു ബൈ കേളി ഹെയർ പ്രൊഡക്ട്സ് ഫോർ മൈ കാപ്പിരി തലമുടി. പിന്നെ മഞ്ഞ കുപ്പികളും പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഓറഞ്ച് പെട്ടികളും തമ്മിൽ എൻ്റെ മൈൻഡിൽ ക്ലാഷ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വാങ്ങിക്കേണ്ട, ഞാനൊരു ഡിസിഷനിൽ എത്തിയതിന് ശേഷം ആവാമെന്ന്. പിന്നെ ഞാൻ അവിടുന്ന് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ട് നേരെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ കയറി കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു. ഐ തോട്ട് ദാറ്റ് ഐ ആം ഗോയിങ് ടു ഫിനിഷ് ഓൾ ദിസ്. പക്ഷേ എരിവ് കൂടുതലുണ്ട്. 2 പൊറോട്ടയും 1 നാരങ്ങ വെള്ളവും കൂടെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ നേരെ വീട്ടിലോട്ട്.